നമുക്കൊരു ഫോണിൽ 3 വാട്സപ്പ് ഉപയോഗിക്കാം. 3 വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതുണ്ടോ, ഇത് ഒന്നാമത്തെ വാട്സപ്പ് നമ്പറാണ്, ഇത് രണ്ടാമത്തെ വാട്സപ്പ് നമ്പറാണ്, ഇത് മൂന്നാമത്തെ വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറുകൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. ആദ്യത്തെ വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഫോൺ എടുത്ത് കഴിയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വാട്സപ്പ്. ഓക്കെ, അപ്പോൾ ഒരു നമ്പറായി. ഇനി 2 നമുക്ക് ഈ ബിസിനസ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാട്സപ്പുണ്ട്, വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ്. അപ്പോൾ രണ്ടാമത്തെ നമ്പറായി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേറെ സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാട്സപ്പാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുണ്ടോ, ഇതിനകത്ത് സെറ്റിങ്സിനകത്ത് ഞാൻ സാംസങ്ങിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്. സാംസങ് M10 എന്ന് പറയുന്ന ഫോണാണ് ഉപയോഗിക്കുന്നത്. ആ ഫോണിനകത്ത് ഇതിനകത്ത് സെറ്റിങ്സ് ഇതെല്ലാ ഫോണിനകത്തും ഉണ്ട്. ഈ സെറ്റിങ്സിനകത്ത് എല്ലാ ഫോണിനകത്തും നമുക്കിത് കിട്ടും. സെറ്റിങ്സിനകത്ത് ഇതുണ്ടോ, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിനകത്ത് ഡ്യുവൽ മെസ്സഞ്ചർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക്, ടെലിഗ്രാം, മെസ്സഞ്ചറൊക്കെ രണ്ടെണ്ണം വെച്ച് ഉപയോഗിക്കാനും, ഫേസ്ബുക്കും ടെലിഗ്രാമും മെസ്സഞ്ചറും 2 വെച്ച് ഉപയോഗിക്കാനും, വാട്സപ്പ് ബിസിനസ്സും വാട്സപ്പ് സാധാ ഒരു വാട്സപ്പും ഇതുപോലെ തന്നെ ഇത് ഡ്യുവൽ ഇതുണ്ട്. ഇതിൻ്റെ ഒരു ആ സൈഡിലൊരു മാർക്ക് കാണുന്നുണ്ടോ, അത് രണ്ടാമത്തെ വാട്സപ്പുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മളെല്ലാം ഫോണിൽ ഈ ബിസിനസ് വാട്സപ്പ് അല്ലേ തന്നെ നമുക്ക് ഒരു ഫോണിൽ മിക്കവാറും ഫോണിൽ വരുന്ന 2 സിം ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ അത് 2 സിം ഉണ്ടോ. എൻ്റെ ഫോണിൽ 3 വാട്സപ്പുണ്ട്. ഈ 3 വാട്സപ്പും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ വേറെ യാതൊരുവിധ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേ ഡ്യുവൽ ഇത് ചെയ്യുകയോ ഒന്നും വേണ്ട. നമുക്ക് 2 ഇത് സാധാരണ ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിനകത്തും ഈ ഫീച്ചറുണ്ട്. ഈ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് 3 വാട്സപ്പ് വരെ നമുക്ക് യാതൊരു സോഫ്റ്റ്വെയറും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.